വ്യഭിചാരം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു പുറത്തിരുമാറാകട്ടെ. അല്ലേ, വ്യഭിചാരം ഓരോ ചെറുപ്പക്കാര് വല്ല ഗൾഫുകാരന്റെ ഭാര്യയും വിളിക്കുമ്പോ ഓടി പോകുമ്പോ നീ ആലോചിക്കണം, മോനെ നിന്റെ ആയുസാടാ കളയണേ. നിന്റെ ആയുസ് 50 വയസ്സ് വരെ 60 വയസ്സ് വരെ അള്ളാഹു എഴുതി വെച്ച ആയുസ് നേരത്തെ നീ കീറിക്കളയ. ഓരോ പെണ്ണിന്റെ മുന്നിൽ പോയി നീ കിടക്കുമ്പോഴും നീ ചിന്തിക്കണം, നിന്റെ വീട്ടിൽ നിന്റെ പൊന്നുമോൻ അള്ളാനെ ഒന്ന് ഓർത്തില്ലെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ ഒന്ന് ഓർക്ക്. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പൊന്നുമോൻ അവൻ വാപ്പാ ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അല്ലാഹുവേ പ്രസന്നെ നീ പോയ ആ കുട്ടികളുടെ അവസ്ഥയെ നാലേക്ക്, നീ പോയ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ നാലേക്ക് ആര് നോക്കും മോനെ, ആര് നോക്കും മോനെ? അല്ലാഹുവേ പെൺകുട്ടികളെ കെട്ടിക്കാനില്ലാതെ പള്ളിയുടെ മുന്നിൽ പോയി നിന്റെ ഭാര്യ യാചിക്കേണ്ട ഗതി അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ തമ്മിൽ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്. ഓരോ അന്യ പെണ്ണിനെ കാണൽ, അന്യ പുരുഷനെ കാണൽ കണ്ണിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം നാവ് കൊണ്ട് പറയൽ. ഒരു പെണ്ണുങ്ങളൊക്കെ ജിയോ വന്നതോടുകൂടി കത്തീരാണല്ലോ വീടിനകത്തില്ലേ, രാവും പകലും കത്തിക്ക ഇങ്ങനെ ഫോൺ, പൈസ ഒന്നും വേണ്ടല്ലോ, ജിയോ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ ഒരു റൂമിൽ മോൾ ഒരു റൂമിൽ മോൻ ഒരു റൂമിൽ അവരെ കൊണ്ടാണ് അംബാനി ജീവിക്കണമെന്ന് തോന്നുന്നു. ചില ചെറുപ്പക്കാരുടെ വിളി കണ്ട വിളിച്ചു. ചെവിയുടെ വ്യഭിചാരം, അന്യ മോശമായ കാര്യങ്ങൾ കേൾക്കൽ, മോശമായ കാര്യങ്ങൾ പറയൽ, നാവിന്റെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടൽ, കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാമുകിയുടെ വീട്ടിലേക്ക് പോകൽ കാലിന്റെ വ്യഭിചാരം. അതുകൊണ്ട് ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. രണ്ട് ആയുസ് കുറച്ചു കളയുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പെണ്ണുങ്ങൾ നല്ലതുപോലെ ഉറങ്ങാതിരുന്ന് കേൾക്കണം. 2 ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ കാര്യം തീരുമാനമാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹറാമായ സമ്പത്ത്, പണം മതിയല്ല എല്ലാവർക്കും. അതിവനെ മൂട്ടിച്ചിട്ടാകട്ടെ, പിടിച്ചുപറിച്ചിട്ടാകട്ടെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, പലിശക്കെടുത്തിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ. അല്ലാഹു അക്ബർ. യവനൻ വലിയവനല്ല, വലിയവന് 50-60 വയസ്സുള്ളവനല്ല. സ്കൂളിൽ പഠിക്കണ 15 വയസ്സുള്ള മക്കൾക്ക് കഞ്ചാവും മയക്കുമരുന്നും കൊടുത്തിട്ടാകട്ടെ, പണം മതി, പണ്ടം നിറച്ചാ മതി. അല്ലാഹുവേ പടച്ചവനെ, ഇല്ലേ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കച്ചവടം തുടങ്ങിയിരിക്കണം. ആണുങ്ങളൊക്കെ മാറി, ആണുങ്ങൾ ഫീൽഡ് വിട്ടപ്പോ കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കാം. എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സമ്പത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട ചെറുപ്പക്കാർ പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവ്, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്തിന് പൈസ ഒന്നും കിട്ടാതെ, ഭക്ഷണമൊന്നും കിട്ടാതെ വൈകുന്നേരത്ത് വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ സഹോദരിമാരെ, അല്ലാഹുവേ പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട, സമ്പത്തിനോട് വല്ലാത്ത മോഹം വേണ്ട. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കള്ള് കച്ചവടവും കഞ്ചാവും മയക്കുമരുന്നും പടച്ചവരെ കൊട്ടേശം പണി പോലും നടത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. എല്ലാവർക്കും പണം മതിയല്ലോ. എന്റെ പൊന്നുമോനെ, പണത്തിന്റെ പുറകെ പോകണ്ട, അതുകൊണ്ട് നിനക്കൊന്നും നേടാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ? നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ? പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പള്ളിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ
തുടങ്ങി, കണ്ണുനീരിങ്ങനെ വലിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് മിസ്ബ് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ കരയുന്നത്, എന്തേ നബിയേ കരയുന്നത്? അള്ളാന്റെ റസൂല് പറയുന്നു, മിസ്ബേ, നിന്റെ പഴയ കാലം ഓർത്തിട്ട് കരഞ്ഞതാ മിസ്ബേ. ആരാ മിസ്ബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്ന മിസ്ബ്. സ്വർണത്തിന്റെ വസ്ത്രമാണ് മിസ്ബ് ധരിച്ചിരുന്നത്. മിസ്ബ് കുതിരയുടെ മുകളിലിരുന്ന് പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങളെ വന്ന് കാത്തിരിക്കുമായിരുന്നു. മക്കയിലെ പെണ്ണുങ്ങളെ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്ബ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. പക്ഷേ മിസ്ബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്റെ ഉമ്മാനെയായിരുന്നു. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. ഉമ്മ അറിഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ച് മിസ്ബിന് വല്ലാത്ത പേടിയായിരുന്നു. അവസാനം മിസ്ബിന്റെ ഉമ്മ മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് പട്ടിണിക്കിട്ട് തല്ലി ചതയ്ക്കുകയാ. ഇന്നലെ വരെ യജമാനെന്ന് വിളിച്ചിരുന്ന വീട്ടിലെ ജോലിക്കാരെ മുഴുവനും മിസ്ബിനെ വീടിനകത്തിട്ട് തല്ലി ചതയ്ക്കുകയാണ്. ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാ. എന്ത് ചെയ്തിട്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ അതാ ഇവനെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാൻ പറഞ്ഞു. വീട്ടിലെ വേലക്കാര് മുഴുവനും മിസ്ബ് റളിയല്ലാഹു തആല വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. അല്ലാഹുവേ, മിസ്ബ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്ബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്ബേ. ഈ മക്കയുടെ പകുതിയും എന്റെതാ മോര്, ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റെതാ പൊന്നുപോര്, നിനക്ക് ഒരു രൂപ പോലും ഞാൻ തരില്ലെന്ന് പറയുമ്പോ മിസ്ബ് റളിയല്ലാഹു തആല ഇട്ടിരുന്ന വസ്ത്രപോരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടിരും, നിങ്ങളുടെതാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിറങ്ങി പോകുമ്പോ അതാ ഉമ്മ ശപിക്കുകയാ, ഉമ്മ ശപിക്കുകയാ. അവിടെന്ന് പറയുന്നു, മിസ്ബ്, ഇനി ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. യാ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുവോ? റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടാണ് നടന്നു വരുന്നത്. ഒരു പുതപ്പ് പുതച്ചിട്ടാണ് നടന്നു വരുന്നത്. ആ പുതപ്പാണെങ്കിലോ 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാ. ഇത് കണ്ടിട്ടാ റസൂലുള്ളാഹി കരഞ്ഞത്. അവിടെന്ന് ചോദിച്ചു, മിസ്ബേ, എന്തിനാ മിസ്ബേ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലെ വസ്ത്രം ധരിക്കാനാ നബിയേ, സ്വർഗ്ഗം കണ്ട് മരിക്കാനാ നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാന ഉഹുദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു മയ്യത്ത് പൊതിയുന്നില്ല. സഹാബത്ത് മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ച്, എന്തിനാ കരയുന്നത്? അള്ളാന്റെ റസൂൽ ചോദിച്ച്, എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. മയ്യത്ത് പുതിയ കഫൻ തുണി പോലുമില്ല. മിസ്ബ് റളിയല്ലാഹു തആല തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തല വെളിയിലാണ്. അവസാന തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. 2 കാലും വെളിയിൽ കിടക്കുകയാണ്. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി, പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി. പടച്ചുറപ്പേ, പടച്ചുറപ്പേ. അവസാന നമസ്കാരം കഴിഞ്ഞ് കബറിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന പുല്ലം കഴിഞ്ഞു പോയി. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബാ, മരിച്ചാ മിസ്ബിനെ പോലെ മരിക്കണേ സഹാബാ. പണത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ടമോടുന്ന യുവത്വേ,
മരിച്ച മിസബ് മരിച്ചതുപോലെ മരിക്കണം. വമിനന്നാസി മയ്യസി നഫ്സഹു ബതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന സമ്പത്തും തന്റെ ജീവിതവും തന്റെ കുടുംബവും അല്ലാഹുവിനെ കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ടിട്ട് മരിക്കടയുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവേ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഇട്ടാൽ അല്ല തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു ദുനിയാവിൽ നിനക്ക് 3 പ്രതിഫലം തരും. അല്ലാഹു പരലോകത്ത് നിനക്ക് 3 പ്രതിഫലം തരും. മരണത്തിന് മുമ്പ് 3 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, മറക്കല്ലേ മറക്കല്ലേ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. നിന്നെയും ഇതുപോലെയാക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ പള്ളിയുടെ മുന്നിൽ തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്നവനെ കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ മുഖത്തേക്ക് 10 രൂപ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പണക്കാരാ, നിന്റെ ഭാര്യയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയിരുത്താൻ. എന്റെ പ്രിയമുള്ള മക്കളെ, ഒരു നല്ല ഭർത്താവിനെ നിനക്ക് വേണോ? സ്വന്തം മോൾക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, ഈ ബക്കറ്റിനകത്ത് 1 രൂപ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. പൊന്നുമോളെ, നിനക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം തരും പെണ്ണ്. ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ കരയുന്ന പെങ്ങളെ, അല്ലാഹു ആ മനുഷ്യനെ നന്നാക്കി തരും പെണ്ണ്. നിന്റെ ഭർത്താവിനെ അല്ലാഹു നന്നാക്കും പെണ്ണ്. ഭാര്യയുടെ പരിഹാസവും കുത്തുവാക്കുകളും കേട്ട് കേട്ട് മടുത്തിട്ട് കണ്ണീര് കുടിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ബക്കറ്റിനകത്ത് പൈസ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം, നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കി തരും. 2, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരും ചെറുപ്പക്കാരാ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്നോ? വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ അറിയുന്നോ? നിന്നെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ കിട്ടും ചെറുപ്പക്കാരാ. 3, അല്ലാഹുവേ, ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ 3ാമത്തെ പ്രതിഫലം പെങ്ങളെ. പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കിടന്നുറങ്ങുന്നത് കാണാൻ പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരു അതിഥി വരുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരു അതിഥി ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ മലക്കിറങ്ങി വരും ചെറുപ്പക്കാരാ. ഇന്ന് നിന്റെ ഭാര്യയും മക്കളും നിങ്ങളും കിടന്നുറങ്ങുന്നത് കാണാ. ഇന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഏത് വീടിനെ കുറിച്ചെന്നറിയുമോ? ഏത് വീടിനെ കുറിച്ചെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വീട് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവേ, പാതിരാത്രി പടച്ചവരെ ഇശാ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, നിസ്കരിക്കാൻ പോയ ഭർത്താവിനെയും മകനെയും കാണുന്നില്ല. വരണ്ട സമയം കഴിഞ്ഞു. ഭാര്യ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. സ്നേഹമുള്ള ഭാര്യമാരെങ്ങനെയാണ്? 8 മണിക്ക് വരേണ്ട ഭർത്താവ് 8:30 വന്നില്ലെങ്കിലും പടച്ചവരെ സമാധാനമില്ല, ഇരിക്കാറില്ല. വീടിന്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അതാ വീടിന്റെ കവാടത്തിൽ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് പോയതാ. കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവസാനം വീടിന്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തില് അവിടുന്ന് നോക്കുമ്പോ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ, 2 പേരും അടുത്തടുത്ത് നടന്നു വരുമ്പോ
മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യനും കൂടെയുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവേ പ്രായമുള്ള ഒരു മനുഷ്യനും കൂടെയുണ്ട്. വീടിനകത്തേക്ക് സലാം പറഞ്ഞു കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹാ, ആരാ തൽഹാ? ഒരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, പെണ്ണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ചോദിക്കുന്നു, സഹാബാ, ഒരു വഴിയാത്രക്കാരനുണ്ട് സഹാബാ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല ഓടി വന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഞാൻ കൊടുക്കാ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ വിളിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. ഉമ്മു സുലൈം ഇരുന്ന് കരയാൻ തുടങ്ങി. അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അബൂ തൽഹ ുള്ള സാലിഹായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല തന്റെ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നല്ല പെണ്ണുങ്ങൾ എങ്ങനെയാണ്? സാലിഹായ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? പെണ്ണെ, നീ ഇതുപോലെയാകണം. പെണ്ണെ, നീ ഇതുപോലെയാകണം. നിന്റെ ജീവിതം സ്വർഗമാകണോ? നിന്റെ ജീവിതം സമാധാനമുള്ളതാകണോ? നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകണോ? റബ്ബിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണോ? പെങ്ങളെ, നീ ഇങ്ങനെ ആകണം പൊന്നുമോളെ. ഉമ്മു സുലൈം പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാ. നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാ. 11 വയസ്സുകാരനോട് ഉമ്മ വിളിച്ചു പറയുന്നു, അനസേ, എല്ലാവരും പാത്രത്തിനകത്ത് ഭക്ഷണം കഴിക്കാൻ കൈയിടുമ്പോ എന്റെ പൊന്നുമോന് വിളക്കങ്ങ് അണച്ച് കളയണേ അനസേ. എന്നിട്ട് എന്റെ മോന് ഭക്ഷണം വാരി കഴിക്കല്ലേ. ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാം മോനെ. ഈ പാവപ്പെട്ട മനുഷ്യനെന്ന് ഭക്ഷണം കൊടുക്കാ. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം എടുത്തു വെച്ചു. 4 പേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. 11 വയസ്സുകാരൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കും, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആര് പറയുന്നതാ അനുസരിക്കേണ്ടത്? എന്താണ് അനുസരിക്കേണ്ടത്? അനസെന്ന പൊന്നുമോന്, സാലിഹായ പൊന്നുമോ, അല്ലാഹുവേ വിളക്കങ്ങണയ്ക്കുകയാ, വിളക്കങ്ങണയ്ക്കുകയാണ്. പടച്ചവരെ, പട്ടിണിയിരിക്കുകയാണ്. അവസാനമാ വന്ന മനുഷ്യനെ ഭക്ഷണം കഴിച്ച് ദുആ ചെയ്തിട്ട് ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടക്കുകയാ. ഒരു ഭാര്യയും ഭർത്താവും 11 വയസ്സുകാരരും. പടച്ചവരെ, പട്ടിണി കിടന്ന് തളർന്ന് അവസാനം ഉറങ്ങിപ്പോയി. അവസാന സുബഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാ. 11 വയസ്സായി മോനെ, നിസ്കരിക്കണം പൊന്നുമോനെ, നിസ്കരിക്കണം പൊന്നുമോനെ. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ നിന്നെ ചുമരിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോ, നീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചെടുത്തുവോ. അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുള്ള 19 വയസ്സുള്ള സ്വന്തം മക്കളെ ഒന്ന് നമസ്കരിക്കാ വിളിച്ചെടുത്തുന്ന എത്ര ഉപ്പമാരുണ്ട്. വിളക്കണച്ചട്ട് നിന്റെ വീടിനകത്ത് നടത്തിയ വിരുന്ന് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീടിനകത്ത് ഇന്നലെ രാത്രി നടന്ന കാര്യം എങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽഹ, ഇന്നലെ നിന്റെ വീട് കാണാ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. നീയും നിന്റെ ഭാര്യയും ഈ പുന്നൂര് പട്ടിണി കിടക്കുന്നത് കാണാ. സുബഹി വരെ നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു തൽഹ. എന്റെ പ്രിയമുള്ളവരെ, ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയല്ലേ, ഒരു കുടുംബത്തിന്റെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയല്ലേ
അല്ല നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നിന്റെ വീട് കാണാൻ മലക്കുകൾ വരികയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തൽഹാ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു. തൽഹാ, ഖുർആനിലൊരായത്ത് ഇറങ്ങി. തൽഹാ, ഖുർആൻ പറഞ്ഞ വീടേതാ? ഖുർആൻ പറഞ്ഞ വീടേതാ? വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ വീടാ. അതുകൊണ്ട് 15 പാപങ്ങൾക്ക് 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയാ, അവരുടെ മരുന്നിന്റെ പൈസയാ. നീ ഒരുപാടൊന്നും കൊടുക്കണ്ട. ഒരു ദിവസം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും തിന്നു തീർക്കുന്ന 1 ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ മതി ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു, ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം കേൾക്കണ്ടേ? ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, പൊന്നുമോനെ, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താൽ പെങ്ങളെ നീ എപ്പോഴും പറയും പ്രസവവേദന മരണവേദനയാ, പ്രസവവേദന മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, നീ മരണവേദന അനുഭവിച്ചവളാണല്ലോ, പ്രസവവേദന അനുഭവിച്ചവളാണല്ലോ. ഇതിനെത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിനെത്ര വേദനയാ പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഈ പാവപ്പെട്ടവർക്ക് 1 നേരത്തെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താ. അതുകൊണ്ടല്ലേ മരണവേദന സഹിക്കാൻ കഴിയാതെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, ചിലര് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്താറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പാവങ്ങളെ സഹായിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്റെ റഹ്മയുടെ മക്കളോട് പറയുന്നു, മക്കളെ, കഷ്ടപ്പെടുന്നത് വെറുതെയല്ല പോരെ, കഷ്ടപ്പെടുന്നത് വെറുതെയല്ല ചെറുപ്പക്കാരാ. അല്ല നിങ്ങൾക്ക് നിന്ന് പ്രതിഫലവാ കേൾക്കുമോര്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, അസ്റായീൽ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് വിളിച്ചു കൂവുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ കിടന്ന് വിളിച്ചു കൂവുന്നത്? നീ ഒരുപാട് പാവങ്ങളെ സഹായിച്ചവനല്ലേ, മരണവേദന താങ്ങാൻ കഴിയുന്നില്ലേ? എങ്കിൽ നോക്കടാ, വഅബ്സിറൂ ബിൽ ജന്നാ. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. ഇതാണടാ പ്രതിഫലം, നീ കൊടുത്തിന്റെ പ്രതിഫലം, നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം. ഇതാണടാ സ്വർഗം, ഇതാണടാ നിന്റെ തറവാട്, ഇതാണടാ നീ ആഗ്രഹിച്ച സ്വർഗം. നോക്കടാ, ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമോരേ, നിനക്ക് മരണവേദന അറിയില്ല ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, സ്വർണമിടാത്തവര് പെണ്ണുപോലുമില്ലല്ലോ, സ്വർണമിടാത്തവര് പെണ്ണുപോലുമില്ലല്ലോ. പൊന്നുമോളെ, ക്യാൻസർ രോഗം പിടിച്ചിട്ട് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് പെങ്ങളെ. ആ
പാവങ്ങൾക്ക് അല്ലാഹുവേ ഒരു ദിവസത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്താ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം 2. പൊന്നുമോളെ, ഇവിടത്തെ പള്ളിക്കാടുണ്ടല്ലോ, ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു പോകുന്നത് എങ്ങനാ? പട്ടിയുടെയും പന്നിയുടെയും കഴുയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ ബുധമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നടന്നു പോകുമ്പോ ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്നെഴുന്നേക്കുകയാ. ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്നെഴുന്നേക്കുകയാ. അവര് പറവകളെ പോലെ പറക്കുകയാണ്. അവര് പറവകളെ പോലെ പറക്കുകയാണ്. പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ, അല്ലാഹുവിന്റെ മസറയുടെ മുകളിലൂടെ അല്ലാഹുവേ ഒരു വിഭാഗം ജനങ്ങൾ പറക്കുകയാ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് നിനക്കറിയുമല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരപോകുന്ന കോടതിയല്ലേ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടിയൊളിക്കുന്ന കോടതിയല്ലേ. പെണ്ണേ, ഒരു പെണ്ണങ്ങാണമെന്ന് പ്രസവിച്ചു പോയാ പ്രസവത്തിന്റെ വേദന അവർ അറിയില്ല. പെണ്ണേ, അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യുദിച്ചു നിൽക്കുന്ന ദിവസമാണല്ലോ. അന്ന് തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണല്ലോ. അന്നെല്ലാവരും കരയുന്ന ദിവസമാണല്ലോ. അന്നല്ലേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കുന്ന മരകന്തന്റെ അനുയായികളും 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചവന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിന്റെ ഒരു ഭാഗത്ത് പടച്ചവന്റെ കോടതിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുമ്പോ അന്ന് നിന്റെ മക്കള് പറയുന്നു, അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ച് എന്റെ ഉപ്പാരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരടേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന കോടതിയുണ്ടല്ലോ. അല്ലാഹുവേ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന നമ്മുടെ മക്കള് പടച്ചവരോ അവിടുന്ന് പറയുന്നു, അല്ലാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്ന പടച്ചവര് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച് എന്നെ മാരണത്തിൽ കിടത്തി വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയെ ഒന്ന് മരത്തിൽ കിടത്തി തരുവോ അല്ലാ. അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാനെന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? നിങ്ങളാരാ? നിങ്ങളാരാ? വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. فمكاهم الله شر ذلك اليوم. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയ മക്കളെ, ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാറുള്ള പൈസ കൊടുത്ത പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ 3. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലകാഹു നളറതം വസുറൂറാ.
കാണണ്ടേ വാപ്പാ, കാണണ്ടേ ഉമ്മ. നിന്റെ ഉമ്മയെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ വാപ്പയെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ മക്കളെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത റബ്ബിനെ നിനക്ക് കാണണ്ടേ. അല്ലാഹുവിന്റെ സ്വർഗത്തില് ഒരു വിഭാഗമുണ്ടവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവെ കാണുന്നവരാ. ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലെയും കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആര് വരും മോനെ? നിന്റെ വാപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി? നിന്റെ ഉമ്മ പോയപ്പോ എന്ത് കൊണ്ടുപോയി? എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ കൊണ്ട് കബറടക്കിയവനാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? വാപ്പ പോയപ്പോ സർവ്വതും നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? ഉമ്മ പോയപ്പോ സർവ്വതും ഊരി നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? മോളെ, ഇതുപോലെ നീ മൂരിക്കൊടുത്തിട്ട് പോകണ്ടവളാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളോട്, എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ എന്ന 1000 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്ന വാപ്പാ, ഈ പറയുന്ന നിന്റെ മോൻ ഇന്ന് രാത്രി എങ്ങാനും നീ മരിച്ചുപോയാൽ നാളെ ദുഹറിന്റെ സമയമെത്തുമ്പോ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിൽ വരുമല്ലോ. വീടിന്റെ സൈഡിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് നിന്നെ കുളിപ്പിക്കാനെടുത്ത് കിടത്തുമല്ലോ. നിന്റെ മോൻ കുളിപ്പിക്കുവോ വാപ്പാ? നിന്റെ മോൻ കുളിപ്പിക്കുവോ വാപ്പാ? പെങ്ങളെ, നിന്റെ മോള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? അതെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ പെങ്ങള്? നിന്നെ എടുത്ത് വീടിന്റെ പുറത്ത് കിടത്തിയിട്ട് നിന്റെ പൊന്നുമോൾ ഇങ്ങനെ തെണ്ടി നടക്കും എന്റെ ഉമ്മാനെ കുളിപ്പിക്കാരെങ്കിലും ഉണ്ടോ? എന്ത് നേടി പെണ്ണേ? ഈ ജീവിതം കൊണ്ട് എന്ത് നേടി? അവസാനം ആറടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ നിന്റെ മക്കളെ നിന്റെ ഖബറിന്റെ ചരച്ച് വന്ന് യാസീൻ ഓതുവോ? നിനക്കറിയുവോ പെണ്ണ്? എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നിനക്കറിയുവോ പൊന്നുമോനെ? ഇന്ന് വയത് കടിഞ്ഞു വിടന്ന് രാത്രി നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് കാണാതെ തെറ്റാതെ ഒരു യാസീൻ ഓതാൻ അറിയുമോ ചെറുപ്പക്കാരാ? ഖബറിനകത്ത് കിടന്ന് യാചിക്കുകയാ. നിന്റെ ഉപ്പയും ഉമ്മയും പടച്ചവരെ ഖബറിനകത്ത് കിടന്ന് യാചിക്കുന്നു, അല്ലാ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ. നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെയാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പൊന്നുമോനെ, സാലിഹായ മക്കള് വേണ്ടേ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ വാപ്പാടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും, എന്റെ ഉമ്മച്ചിയുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും. പടച്ചവരെ, ഖബറിന്റെ ചാരത്ത് അവസാന നമസ്കാരം കിടന്ന് എല്ലാവരും ആരടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് പോകുമ്പോ എനിക്കൊറ്റയ്ക്ക് എന്റെ ഉമ്മയുടെ ചാരത്ത് കുറച്ചു നേരം ഒന്നിരിക്കണം. എന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിങ്ങളെല്ലാവരും പൊക്കോ, എന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് എനിക്കൊരു 5 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് ഉപ്പാന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കള് വേണ്ടേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, അതിനു വേണ്ടി ജീവിക്കു പൊന്നുമോളെ. നിനക്കാരടി മണ്ണിനകത്ത് കടന്നു ചെല്ലുമ്പോ അതിനകത്തൊരു പ്രകാശമായി എന്തെങ്കിലും കടന്നു വരണ്ടേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവനെ, ഞാൻ ഖബർ സിയാറത്തിന് പള്ളിയിൽ പോയപ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, പള്ളിയുടെ പുറത്ത് ഗേറ്റിന്റെ അടുത്തൊരു ബാഗും തൂക്കിപ്പിടിച്ച് നിൽക്കുകയാ. ഒരു ബാഗും തൂക്കിപ്പിടിച്ച് നിൽക്കുകയാ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമോന് സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല, എന്റെ പൊന്നുമോൻ സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല, ഞാൻ വിളിച്ചുകൊണ്ട് വരുമ്പോ എന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഞാൻ പള്ളിക്കാട്ടിൽ മുഴുവനും പോയി നോക്കി, ആരെയും കണ്ടില്ല. രണ്ടാമത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പള്ളിക്കാട്ടിൽ ആരുമില്ല. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറഞ്ഞു, ഉസ്താദ്, എന്റെ 12 വയസ്സുള്ള പൊന്നുമോൻ, അവന് കോളേജിൽ ഹിഫ്ള് പഠിക്കുന്നവരാ, അവന് കോളേജിൽ ഹിഫ്ള് പഠിക്കുന്നവനാ. ഇന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുകയാ ഉസ്താദേ. വാപ്പയോട് യാത്ര പറയാൻ പോയതാ.
ലീവിന് വന്നിട്ട് തിരിച്ചു പോകുന്ന പൊന്നുപോര് മരിച്ചു കിടക്കുന്ന മരിച്ച് പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പയോട് യാത്ര പറയാ പോയതാ. ഉസ്താദേ ബസ് വരാ സമയമായി, എനിക്ക് അശുദ്ധിയാണ്, അതിനകത്തേക്ക് കിടക്കാൻ കഴിയില്ലെന്ന് വിളിച്ചു കൊണ്ടുവരുവോ? പെങ്ങളെ പള്ളിക്കാട്ടിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോ 12 വയസ്സുള്ളവര് പൊന്നുപോര് വെള്ള ജുബ്ബയും ധരിച്ച് തൊപ്പിയും ധരിച്ച് മുണ്ടുമെടുത്ത് പൊന്നുപോ വാപ്പയുടെ ഖബറിന്റെ മുകളിൽ കിടക്കുകയാ. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ ജുബ്ബ ഇങ്ങനെ മുഴുവനും നനഞ്ഞിട്ട് ആ വാപ്പയുടെ ഖബറിന്റെ മുകളിലെ മണ്ണ് പറ്റിയിരിക്കുകയാണ്. 12 വയസ്സുകാരനെ പിടിച്ചുണർത്തിയിട്ട് അവന്റെ ജുബ്ബയിലെ മണ്ണ് മുഴുവനും ഞാൻ തുടച്ചു കൊടുത്തു. മോനെ, ഉമ്മച്ച് വെളിയിൽ വല്ലാത്ത വിഷമത്തിൽ നിന്നെ കാണാതിരിക്കുകയാ, പെട്ടെന്ന് പോകുമോ? 12 വയസ്സുകാരൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? ഖബറിന്റെ ചാരത്ത് നിന്ന് ഫാത്തിഹ ഓതി പടച്ചവനെ അവസാനം ദുആ ചെയ്യാ സമയമായപ്പോ അവനോട് പറഞ്ഞു, മോനെ നീ ദുആ ചെയ്യടാ, നിന്റെ ഉപ്പ വല്ലാതെ സന്തോഷിക്കും മോനെ. നമുക്കിതുപോലെയുള്ള മക്കളെ വേണ്ടേ? കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ഉമ്മാനത്തെല്ലുന്ന വാപ്പാരെ ചീത്ത വിളിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കള് നമുക്ക് വേണ്ടല്ലോ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രതിഫലമാറണം നിങ്ങളുടെ മുന്നിൽ എറിഞ്ഞു പറഞ്ഞു. ഒരേ ഒരു പ്രതിഫലമൂർത്താവതി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത്, അള്ളാഹുവേ സ്വർഗം കണ്ട് മരിക്കണ്ടേ.